സഹോദരങ്ങളെ കരയുക. ആ കരയുന്നതിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന പ്രതിഫലം, ഈ കരയിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് നിലവിളിച്ച് കരയണമെന്നല്ല, ഒരിറ്റ് കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ, എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോൾ, അല്ലാഹുവേ കള്ളു കുടിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ, പലിശ തിന്നല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കളയാക്കിയല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞാൽ, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരഞ്ഞാൽ, ലാ യലിജുന്നാറ ബകാമിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ പാപങ്ങൾ ചെയ്തു പോയതോർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് താഴെ വീണ അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും അവനെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ കരയുന്നവനെ തൊടില്ല. എങ്ങനെ കരയുന്നവന്? സീരിയൽ കണ്ട് കരയുന്നവനല്ല, സിനിമ കണ്ടിട്ട് കരയുന്നവനല്ല, പടച്ചവനെ രോഗികളെ കണ്ട് കരയുന്നവനല്ല, മരണ വീട്ടിൽ പോയി കരയുന്നവനല്ല, പ്രയാസം വരുന്ന സമയത്ത് കരയുന്നവനല്ല, എന്റെ ഒരു വഖത്ത് നമസ്കാരം മുടങ്ങിയല്ലോ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു ഹറാമ് കണ്ടല്ലോ അല്ലാ, എന്റെ നാവ് കൊണ്ടൊരു ഹറാമ് പറഞ്ഞല്ലോ അല്ലാ, എന്റെ ചെവി കൊണ്ടൊരു വൃത്തികേട് കേട്ടല്ലോ അല്ലാ, എന്റെ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയല്ലോ അല്ലാ, ഞാൻ മരിക്കുമല്ലോ, ഖബറിൽ വരുമല്ലോ, പരലോകത്ത് വരുമല്ലോ, നീ കണക്ക് ചോദിക്കുമ്പോ പറയണമല്ലോ, സിറാത്തിന്റെ മുകളിൽ കയറണമല്ലോ, നരകത്തിന്റെ തീയിൽ കിടന്ന് കരിയണമല്ലോ എന്ന് ഓർത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണൊന്ന് നിറഞ്ഞ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ അവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഏതുവരെയെന്നറിയുമോ? മുത്തുനബി ഒരു ഉപദേശം പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അവനെ നരകത്തിന്റെ തീ തൊടില്ല. ഏതുവരെ എന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ? അതാ പശുവിന്റെ അകിടിൽ നിന്ന് പാല് പാത്രത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തുനബി ഒരു ഉപദേശം, ഒരു ഉദാഹരണം തന്നു. ഒരു പശുവിന്റെ അകിടിൽ നിന്ന്, നമ്മൾ ഒരു ഒട്ടകത്തിന്റെ അകിടിൽ നിന്ന് പാല് കറന്നു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇത് തിരിച്ചു പോകുമോ? ഈ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഏതെങ്കിലും ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും തിരിച്ചകടി പോകുമോ? പോകാത്ത കാലത്തോളം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാത്രത്തിൽ കിടക്കുന്ന പാല് ഇനി എത്ര വലിയ മന്ത്രവാദി വന്നാലും തിരിച്ചു മുകളിലോട്ട് പോകത്തില്ല, അത് കയറ്റാൻ പറ്റൂല. അത് കേറാത്ത കാലത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമി വീണിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാര് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കാം. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരയുമ്പോ കണ്ണുനീര് ഇങ്ങനെ പിടിക്കും. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് തേക്കാം, സുഗന്ധം തേക്കണ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ തേക്കാം. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ട് ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് ആരും കാണാതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്ക് കരയുമ്പോ ആ കണ്ണുനീർ ഇങ്ങനെ പിടിച്ചിട്ട് മേത്ത് തേക്കണം കേട്ടോ, ശരീരത്തിൽ ഇങ്ങനെ തേക്കണം. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുക, എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചപ്പോ, അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണുനീര് തൊട്ട സ്ഥലം നരകത്തിൽ കിടക്കില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ വില, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയണം ഓരോ പാപങ്ങളും. പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ, ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സ
നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, പടച്ചവനെ പൊറുക്കുന്നവൻ നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല പടച്ചവനെ. അല്ലാഹുവേ പറ്റിപ്പോയതാണ്, നഫ്സ് ചതിച്ചതാണ്, ഇബ്ലീസ് പിഴപ്പിച്ചതാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല തമ്പുരാന്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ, ആ കണ്ണുനീര് താഴെ വീണാൽ ആ മനുഷ്യന് നരകം ഹറാമാ, നരകം അവന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് കരഞ്ഞോ സഹോദര, നരകം ഭയാനകമാണ്, നരകം ഭയാനകമാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്ന് നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ 2 ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞില്ലേ, ഒന്ന് പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരും അറിയണ്ട, ആരും കാണണ്ട, ഞാൻ മേടിച്ചു തരാ സ്വർഗം. അല്ലാഹുവിന്റെ റസൂല് തല മുതൽ ഇങ്ങനെ തടകുകയാണ്. മുത്തുനബി തന്റെ കൈ കൊണ്ട് തല മുതൽ തടകിയിട്ട് അവസാനം കാലിന്റെ അടിഭാഗം എത്തുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യവിടന്ന് തട്ടി മാറ്റുകയാ. നബിയെ, ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല അള്ളയാ നബിയെ. മുത്തുനബിയുടെ കൈ കാലിന്റെ അടിയിൽ തൊടാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് നാളെ പടച്ചവന് മുത്തുനബി തൊടാത്ത സ്ഥലമാണ് തന്റെ കാലിന്റെ അടിയിൽ. അതുകൊണ്ടൊരു ചെരുപ്പ് നാളെ കൊടുക്കുകയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഈ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുകയാ. തലച്ചോറ് തിളയ്ക്കുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ ആ ചെറിയ ശിക്ഷയ്ക്ക് പോലും പടച്ചവനെ ഇത്ര കഠിനമാണെങ്കിലും അല്ലാഹുവേ, കള്ളുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാ? വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന, പലിശ തിന്നവന് കൊടുക്കുന്ന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കള്ളുകുടിയനല്ല, പെണ്ണുപിടിയനല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവനല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവർക്കല്ല. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ആർക്കെന്നറിയുമോ? റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ, അത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കിനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അവൻ അല്ലാഹുണ്ടെന്ന് പറയുന്നവനാ, അവൻ നിസ്കരിക്കുന്നവനാ, അവന് തഴമ്പുള്ളവനാ, അവന് താടിയുള്ളവനാ, അവൻ വഅദ് പറയുന്നവനാ, അവന് കമ്മിറ്റിക്കാരനാ. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവമുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, കരഞ്ഞോ, ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അതിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യൽജുന്നാർ വകാമിൻ ഖസിയത്തില്ലാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന് നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കരയുന്നവന് റബ്ബ് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം, വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ ഫഫാലത് ഐനാ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരിന്റെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്, പേടിച്ചു വിറച്ചുകൊണ്ട്. പല പല കോലങ്ങളിൽ, പല പല രൂപങ്ങളിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മലക്കുകൾ മുഴുവനും അവിടെ നിന്ന് നയിക്കുകയാണ്. ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും, ഏഴാകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും ഇറങ്ങി വന്ന് എല്ലാവരെയും പടച്ച റബ്ബിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ കൊണ്ട് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ.
ഒരു ചാണ് മുകളില്. പടച്ചവനെ എന്തൊരു ചൂടാണ്. ഉച്ചയ്ക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞു, എന്തൊരു ചൂടായിരുന്നു സഹോദരാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. ഏത് ദിവസമെന്നറിയോ? റസൂലുള്ള പറയുകയാ, പാപം ചെയ്തതിന്റെ കണക്കനുസരിച്ചിട്ട് മനുഷ്യന്റെ മുട്ടുവര, അരവര, കഴുത്തുവര, നെഞ്ചുവര വിയർപ്പിന്റെ അകത്തിങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. നരകത്തിനേക്കാളും വലിയ ശിക്ഷയാണ്. ജനങ്ങൾ പറയുന്നു, അല്ലാ നരകമെങ്കിൽ നരകം, പടച്ചവനെ നരകമെങ്കിൽ നരകം, ഇവിടെ വയ്യ പടച്ചവനെ, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാ മതിയെന്ന് ജനങ്ങൾ നാളെ പറയുന്ന പരലോകമുണ്ടല്ലോ. മുമ്പ് പ്രസവിച്ച ഉമ്മ കണ്ടാ തിരിഞ്ഞു നോക്കൂല. ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയ്ക്കാണല്ലോ. കണ്ട പരിചയമില്ല സഹോദരാ. സിറാജിന്റെ ഉമ്മ നാളെ എന്റെ മുന്നിലൂടെ നടന്നു പോയാൽ ഇവൻ എന്റെ മോനാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂല. നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കില്ല. സ്വന്തം കൂടെ കിടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, എന്റെ ചങ്കാണെന്ന് പറഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പിറപ്പുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതൊരു മനുഷ്യനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. എല്ലാരും കരയുകയാണ്. അല്ലാഹുവേ, ആദം നബി കരയുന്നു, നൂഹ് നബി കരയുന്നു, മൂസാ നബി കരയുന്നു, ഇബ്രാഹിം നബി സ്വന്തം കാര്യം ഓർത്തിട്ട് വേദനയിലാണ്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, എല്ലാവരും അവരവരുടെ കാര്യം ഓർത്തിട്ട് കരയുകയാ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ കരയുകയാണ്. എല്ലാരും ശപിക്കുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ എന്ന് ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഇന്ന് പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. എങ്കിൽ റസൂലുള്ള പറയുകയാ, അന്നത്തെ ദിവസമെങ്ങാനും ഒരു ഗർഭിണിയുണ്ടെങ്കിൽ, അന്നത്തെ ദിവസമെങ്ങാനും പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് വലിയ വേദനയാണ്. വേദന ഉണ്ടായിരിക്കും. അല്ലാഹു അലം. അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തൊരു ഗർഭിണി ഉണ്ടെങ്കിൽ ഓള് പ്രസവിച്ചറിയില്ല. നാലിച്ചോക്ക് മരണത്തിന്റെ വേദനയാ പ്രസവ വേദന എന്ന് പറയുന്ന പെണ്ണുങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ അറിയത്തില്ല. അത്രയ്ക്കും കഠിനമായ ദിവസം. കൊച്ചു കുട്ടികളുടെ മുടി പേടിച്ചിട്ട് നരച്ചു പോവും. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറിയും. അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം കാണുമ്പോ ഓരോ മനുഷ്യനും പറയും, അല്ലാ എന്റെ വാപ്പാടെ ഉമ്മാടെയും നന്മയെടുത്ത് എനിക്കിതാ, എന്നിട്ട് എന്റെ പാപ അവരുടെ തലയിൽ കെട്ടി വെച്ചിട്ട് അവരെ നരകത്തിയിട്ട് എനിക്ക് സ്വർഗം താ. തികയുന്നില്ലേ? എന്റെ കൂടപ്പുറപ്പിന്റെ അടുത്തോ, എന്റെ മക്കളുടെ അടുത്തോ, എന്റെ ഭാര്യയുടെ അടുത്തോ, എന്റെ നാട്ടുകാരല്ല, ഈ നിൽക്കണ ഈ പരലോകത്ത് നിൽക്കുന്ന സർവ്വ ആൾക്കാരുടെയും നന്മയെടുത്ത് എനിക്കിതാ. എന്റെ പാപമൊത്ത ഇവന്മാരെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇവരെ അങ്ങോട്ട് എറി, എന്നെ നീ സ്വർഗത്തിൽ വിട്. ഒന്ന് ആരിച്ചു നോക്കിയ സ്വാർത്ഥൻ എന്ന് പറഞ്ഞാൽ ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകത്ത് അള്ളാഹുവിന്റെ അർശുണ്ട്, ഒരു സിംഹാസനം. അതിന്റെ താഴെ മാത്രമേ വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റൂ. അവിടെ മാത്രമേ ഒരു തണലുള്ളൂ. ആ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ദിവസം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ മനുഷ്യനെ അള്ളാഹു അർശിന്റെ ചുവട്ടിൽ സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.